അല്ല ഇതിപ്പോൾ എന്തിനാ ഈ മുട്ട രണ്ടെണ്ണം പ്ലേറ്റിൽ കയറിയിരിക്കുന്നതെന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല. നമ്മുടെ ഐറ്റവും ഈ മുട്ടയും തമ്മിൽ ഒരു ബന്ധവും ഇല്ലേ. അതെന്തെങ്കിലും ആവട്ടെ. ഞാനിതാ നല്ല ഏത്തപ്പഴം ബ്രെഡും വെച്ച് നല്ല അടിപൊളി ഒരു സ്വീറ്റ് ഉണ്ടാക്കി കാണിച്ചു തരാമേ. ഇതാ 2 ഏത്തപ്പഴം നെയ്യിലൊന്ന് വാട്ടിയെടുക്കുന്നുണ്ട്. പിന്നെ ഒരു 4 ബ്രെഡ് മതി. ഒരു 4 ബ്രെഡ് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഏത്തപ്പഴമൊക്കെ നന്നായിട്ട് വാട്ടിയതിന് ശേഷം കുറച്ച് തേങ്ങ, ഒരു കൈപ്പിടി തേങ്ങ, അതിൻ്റെ അകത്തേക്ക് കുറച്ച് ഏലക്കാപ്പൊടി, പഞ്ചസാര വേണമെന്നുണ്ടെങ്കിൽ ഇപ്പം ആഡ് ചെയ്യാവേ. പിന്നെ നമ്മൾ ഏത്തപ്പഴം വാട്ടിയത് ചൂടോടുകൂടി തന്നെ ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണേ. നന്നായിട്ട് കുഴച്ച് മറിച്ച് നല്ല അടിപൊളി വലിയൊരു ബോളാക്കി വെച്ചതിന് ശേഷം നമുക്ക് ചെറിയ ഉണ്ടായിട്ട് നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ആക്കിയെടുക്കാം. ചെറിയ ബോൾസ് ആക്കിയിട്ട് മാറ്റി വയ്ക്കാം. എൻ്റെ നാപ്പുട്ടനാണെങ്കിൽ പാൽ കുടിക്കാൻ ഭയങ്കര മടിയാണേ. അതുകൊണ്ട് ഞാൻ അവന് പാലിൽ ഇട്ടിട്ടാണ് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ ബോൾസ് മാത്രമായിട്ടോ വേണമെങ്കിലും കഴിക്കാം. അതിൻ്റെ അകത്തേക്ക് അണ്ടിപ്പരിപ്പും കുറച്ച് പഞ്ചസാര മാത്രമേ ഞാൻ എൻ്റെ മണ്ടയിലൊന്ന് ഇട്ട് കൊടുക്കുന്നുള്ളേ. പിന്നെ ഒന്ന് കഴിച്ച് നോക്കിയാൽ ഒന്ന് തണുപ്പിച്ചിട്ട് കഴിച്ചാൽ അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി സാധനമാണ്.